CPM-ന് 89 അംഗ സംസ്ഥാന കമ്മിറ്റി. കണ്ണൂരിൽ നിന്നും M പ്രകാശൻ, VK സനോജ് എന്നിവർ കമ്മിറ്റിയിൽ ചേരുന്നു. വിശദാംശങ്ങളുമായി സാനിയോ മനോമിയുണ്ട്. സാനിയോ, ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരമാണ് CPM-ന് 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ്. വലിയ പുതുമുഖങ്ങളുടെ നിരയാണോ ഉള്ളത്? എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, പുതുമുഖങ്ങളുടെ വലിയൊരു നിരയായിക്കൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ്. അതിൽ M പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന്, VK വസീഫ് കണ്ണൂരിൽ നിന്ന്, VK സനോജ് കണ്ണൂരിൽ നിന്ന്, V വസീഫ് കോഴിക്കോട് നിന്ന്, K ശാന്തകുമാരി പാലക്കാട് നിന്ന്, R ബിന്ദു തൃശൂരിൽ നിന്ന്, M അനിൽകുമാർ എറണാകുളത്ത് നിന്ന്, K പ്രസാദ് ആലപ്പുഴ, PR രഘുനാഥ് കോട്ടയം, S ജയമോഹൻ കൊല്ലം, DK മുരളി തിരുവനന്തപുരം. അതായത് 2, 4, 6, 8 4, 6, 8, 10 പുതുമുഖങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ലിസ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ലിസ്റ്റ് ഉടൻ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 10 പുതുമുഖങ്ങളുടെ പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. VK സനോജ്, V വസീഫ്, DK മുരളി, M രാജഗോപാൽ തുടങ്ങിയ ആളുകളൊക്കെ പുതുമുഖങ്ങളായി വരുന്നു. കൂടുതൽ ആളുകളുടെ പേര് ഉടൻ തന്നെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. M മെഹബൂബ് അടക്കമുള്ള കൺസ്യൂമർ ഫെഡ് ചെയർമാനായിരുന്ന CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന M മെഹബൂബ് അടക്കം 89 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ എത്ര വനിതകൾ? പുതുമുഖങ്ങളായി വന്നിരിക്കുന്ന വനിതകൾ K ശാന്തകുമാരി പാലക്കാട് നിന്ന്, R ബിന്ദു തൃശൂരിൽ നിന്ന്. ഇത്രയും 2 വനിതകളാണ് പുതുമുഖങ്ങളായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ അതായത് അങ്ങനെയെങ്കിൽ ആകെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വനിതകൾ എത്ര പേരുണ്ടെന്ന് നോക്കേണ്ടി വരും. ഏതായാലും 10 അംഗങ്ങളാണ് പുതുമുഖങ്ങളായി എടുത്തിരിക്കുന്നത്. ആ പുതുമുഖങ്ങളിൽ 2 അംഗങ്ങൾ ഇപ്പോൾ വനിതകളാണ്. കൂടുതൽ പുതുമുഖങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യം ബാക്കി ലിസ്റ്റ് കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് ഏറ്റവും അവസാനത്തെ പേജിലാണ്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും അവസാനം 79 മുതൽ തുടങ്ങുന്ന ലിസ്റ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ദിബിൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ദിബിന് കിട്ടുന്നുണ്ടോ? കൂടുതൽ 8 പേരുടെ ലിസ്റ്റാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി 17ഓളം പേരുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. 10 പേരുടെ ലിസ്റ്റ് കിട്ടിയിരിക്കുന്നു. അതായത് പുതുമുഖങ്ങൾ 10 പേർ. M പ്രകാശൻ 17 പുതുമുഖങ്ങളല്ലേ? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും വരുന്നു. സാനിയോ, അപ്പോൾ 17 പുതുമുഖങ്ങൾ കറക്റ്റ് എണ്ണം എന്റെ കയ്യിൽ കിട്ടിയത് 10 പേരാണ്. 17 പേർ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. സാനിയോ, അതായത് പാർട്ടി പുതുതലമുറയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന രൂപത്തിലേക്ക് നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. 17 പുതുമുഖങ്ങൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൂട്ടുന്നുണ്ട്. അതോടൊപ്പം വനിതകളുണ്ട്. അർജുൻ കല്യാണമുണ്ട്. അർജുന് കിട്ടിയിരിക്കുന്ന പുതിയ വിവരം എന്താണ്? സംസ്ഥാന കമ്മിറ്റിയിൽ 89 പേർ എന്ന് കേൾക്കുന്നു. അതിൽ 17 പുതുമുഖങ്ങൾ. യുവാക്കൾ വരുന്നു, VK സനോജ് വരുന്നു, വസീഫ് വരുന്നു. വേറെ ആരൊക്കെയാണ് യുവാക്കൾ എന്ന നിലയ്ക്ക്? യുവാക്കളായി വനിതകൾ യുവത്വത്തിൽ നിന്നുണ്ടോ? അർജുൻ കല്യാട്, അർജുന് കിട്ടുന്ന പുതിയ വിവരം എന്താണ്? 89 അംഗ സംസ്ഥാന കമ്മിറ്റി, അതിൽ 17 പുതുമുഖങ്ങൾ എന്ന ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന രൂപത്തിലേക്ക് പാർട്ടി മാറുന്നുണ്ട്. പുതിയ കമ്മിറ്റിയിലുള്ള നമ്മൾ ഉറപ്പിക്കുന്ന പേരുകൾ ഇതാണ്: M പ്രകാശൻ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, M അനിൽകുമാർ, K പ്രസാദ്, PR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി എന്നിവരാണ്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 89 അംഗങ്ങളാണുള്ളത്. അതിലെ പുതുമുഖങ്ങളുടെ പേരുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാനിയോ, നമുക്ക് ഈ പുതിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ അർജുൻ കല്യാണിലേക്ക് വന്ന അർജുന് കിട്ടുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? സ്മൃതി, അതായത് ഇപ്പോൾ പറഞ്ഞത് പ്രകാരം തന്നെയാണ്. അതായത് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് 17 പുതുമുഖങ്ങൾ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു എന്നത് തന്നെയാണ്. 89 അംഗങ്ങളുടെ കമ്മിറ്റിക്കാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ DYFIയുടെ സെക്രട്ടറിയും പ്രസിഡന്റും V വസീഫും, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള DYFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജും കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള പുതുമുഖങ്ങളെയും വനിതകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ചെറുപ്പമാകാൻ സംസ്ഥാന കമ്മിറ്റി കൂടുതൽ
ചെറുപ്പമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലെല്ലാം തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തതാണ്. വലിയ രീതിയിൽ യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു തലമുറ മാറ്റത്തിന് തന്നെ CPIM തയ്യാറെടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, അതുപോലെ തന്നെ പ്രസിഡന്റ് വസീഫ്, കണ്ണൂരിൽ നിന്നും M പ്രകാശൻ മാസ്റ്റർ, അതായത് കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന M പ്രകാശൻ മാസ്റ്ററാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്.